in my bag, have you heard of that? Homies made still from Korea to Dubai. Riding to the farm, riding on the car. We gon' get your money with my homie in your backyard. Can't nobody tell me nothing. Señorita, sasakiru ima mo auleu da. Señorita, como mojito, auleu da. Señorita. நீ கால் முளைச்ச மீன் உன் கால ரெண்டு தூணு உன் கச்சுக்குள்ள தேனு நீ தப்பி செல்லாதே கண்ணாலே கர்ப்பம் செய்யாதே கண்ணம் தொட்டு கண்ணம் வைக்காதே மானே தேனே மயிலே குயிலே எல்லாம் சேர்ந்தா நீ செல்லம் தித்திக்கு வெள்ளாடிய மந்தாகிரி नशा सा तेरा हो गया है दिल ये मेरा खो गया है तू ही तमन्ना है तू ही तो चाहत है मिलती तुझसे दिल को राहत है तू ही सुकून है तू ही जुनून है तू ही फितूर है तेरा सुरूर है तेरे बिना ना जीना कबूल है तेरे बिना तो जीना फजूल है हाँ मुझे प्यार है तुमसे हाँ तुझ में ही तो मेरा जहाँ मनहारी तन्हारी सुकुमारी प्रीतमा हितलांग में देवतेना पटलेना युवनारी मनहारी सुकुमाली नुंगथमा ए पट्टु चेला कट्ट चोल्लितान என்ன பட்டு பூச்சி கூட்டம் கெஞ்சுது காட்டன் சேலை கட்ட சொல்லிதான் பருத்தி தோட்டம் யாவும் நச்சரிக்குது பருத்தியோ பட்டு சேலையோ கட்டு தொலைச்சா ரொம்ப நல்லது கை குட்டைய பாதி கிழிச்சு ஆடை கட்டுற காலந்தாயுது குசும்புக்கார மல்லி உடம்புக்கார சொல்லி நடக்க வேணாம் வாடா எடியா டியா 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 அரை டண்டன தாடியா கொய்யா 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 நான் வெட்டி வச்ச கொய்யா तू है लाजवाब तेरे जलवे हजार मेरा भी पता है मैं न मानू कभी हार तेरी मेरी दुनिया में बेहिसाब प्यार मैं हूँ एक एंजल और डेविल मेरा यार तेरे जैसा दुनिया में कोई भी नहीं जिसे ढूंढती नजर लगे तू ही है वही परियों की रानी हूँ मैं सबसे हंसी पर तेरे बिना किक मुझे मिलती नहीं तेरे बिना किक मुझे मिलती नहीं तेरे बिना किक मुझे मिलती नहीं तेरे बिना जे मैनू यार ना मिले ते मर जावा जे मैनू प्यार ना मिले ते मर जावा அது கண்ணு மாதிரி கண்ணா அது பண்ண மாதிரி பார்வை அது சின்ன மாதிரி போத ஏத்துடா
வேற மாதிரி என்ன கொண்டாடா ஒட்டுமொத்த உலக அழகு எல்லாம் ஒரு திணி வச்சிருக்கிய കുറുമാ പോൽ കൊതിക്ക നീ വിട്ടു പുട്ടിയേ മോളെ ചിന്നു നീ ഇതുവരെയായിട്ട് റെഡി ആയില്ലേ? ടൈം ഒരുപാടായി. ദാ വരുന്നു ഏട്ടാ, ഒരു 5 മിനിറ്റ് പെട്ടെന്ന് വാ മോളെ. വന്നു ഞാൻ. എന്റെ ചിന്നുസേ, ഇത് നീ തന്നെയാണോ? സുന്ദരിയായിട്ടുണ്ട് കാണാൻ. പോ ഏട്ടാ അവിടുന്ന്, എനിക്ക് നാണം. സത്യം പറഞ്ഞപ്പോ അവക്ക് നാണം വരുന്നെന്നോ? വാ നമുക്ക് പോകാം. ആ ഏട്ടാ. അല്ല ചിന്നു, ഞാനൊരു കാര്യം അറിഞ്ഞു. എന്താ കാര്യമാണ് ഏട്ടാ? നീ ആരൊക്കെയോ പ്രപ്പോസ് ചെയ്തെന്നോ? ആ പ്രപ്പോസ് ചെയ്ത പയ്യനെ നീ റിജക്റ്റ് ചെയ്തെന്നോ? അവൻ നിന്റെ കൈ പിടിച്ച് വലിച്ചെന്നോ? നീ വിടാൻ വേണ്ടി കരഞ്ഞെന്നോ? ആ പിടിച്ച് വലിച്ചവനെ അടി കിട്ടിയെന്നോ? അടിച്ചത് ആദമാണെന്നോ? അവൻ നിന്നോട് സോറി പറഞ്ഞു ഓടിയെന്നോ? ഞാൻ അറിഞ്ഞല്ലോ. ജിയെ വിളിച്ച് പറഞ്ഞല്ലേ? അതെ, നീ ഏട്ടനോട് പറഞ്ഞില്ലേലും ഞാൻ ഈ കാര്യം അറിയും മോളെ. അത് കൊള്ളാം. ഞാൻ ഇന്നലെയല്ലേ തന്നെ ഏട്ടനോട് പറഞ്ഞത് ഈ കാര്യം? പറഞ്ഞു, പക്ഷേ ആദമിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. എനിക്ക് പറയണമെന്ന് തോന്നി. ചിന്നു, നീ ഇപ്പോഴും ആ കാര്യം മനസ്സിലിട്ടുകൊണ്ട് നടക്കുവാണോ? എങ്ങനെയാട്ടാ ഞാൻ ആ കാര്യം മറക്കുന്നേ? അന്ന് എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യമാണ് കണ്ടത് ഞാൻ. ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാൾ പറ്റിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ശരി, നീ ആ കാര്യം വിട്. പിന്നെ തനുവും വൈകിയും സുഖം തന്നെയല്ലേ അവൾക്ക്? ആ ഏട്ടാ, അവർക്ക് സുഖം തന്നെയാ. ഏട്ടാ ബൈ, ഈവനിങ് കാണാം. ആ മോളെ. ചിന്നുസേ, ആ തനു, എന്താണ് നിന്റെ മുഖം ഒരുമാതിരി ഇരിക്കുന്നത്? ചിന്നുസേ, അമ്മ തല്ലി എന്നെ. എന്തിന്? ഞാൻ ആരുടെ കാര്യം വീട്ടിൽ പറഞ്ഞു, അതുകൊണ്ട് എന്നെ തല്ലി. എന്നിട്ട് ആ വിഘ്നേഷ് എന്റെ കല്യാണം ഉറപ്പിച്ച്. ആ ബെസ്റ്റ്. നീ എന്തിനാ അരുണേട്ടന്റെ കാര്യം പറഞ്ഞത്? ഇപ്പൊ കണ്ടല്ലോ. എടി, വീട്ടുകാരെന്നെ പിടിച്ച് കെട്ടിക്കാൻ നോക്കുക, അതുകൊണ്ട് ഞാൻ ആ അരുണേട്ടന്റെ കാര്യം പറഞ്ഞേ. നീ വിഷമിക്കണ്ട, എന്തെങ്കിലും വഴി കാണും. നീ വാ, നമ്മൾ ക്ലാസ്സിൽ പോകാം. ആ നിങ്ങൾ എത്തിയോ? എന്താ താമസിച്ചേ? ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വന്നപ്പോൾ താമസിച്ചു പോയി. ഓ അല്ല ചിന്നുസേ, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നീ സത്യം പറ, നിനക്കെന്താടി എൻ്റെ ഏട്ടൻ്റെ മേലില്? എന്ത്? എനിക്കൊന്നുമില്ല ഡി. നീ എന്തിനാ എന്നോട് കള്ളം പറയുന്നേ ചെയ്യാ? നിനക്ക് എൻ്റെ ഏട്ടൻ്റെ മേലിൽ പ്രേമം മൂത്ത് കിടക്കുമല്ലേ? ഓടി അവിടുന്ന്. നീ ഇന്നലെ എൻ്റെ ഏട്ടൻ്റെ ഫോണിൽ വിളിച്ച് പറഞ്ഞില്ലേ ഇന്നലെ നടന്ന കാര്യം? അതെ, ഞാൻ തന്നെയാ പറഞ്ഞേ. എന്തിനാ നീ അത് ഒക്കെ പറയാൻ പോയേ? പിന്നെ പറയണ്ടേ? എൻ്റെ ഇച്ഛാൻ ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഓ, എൻ്റെ ഇച്ഛാൻ വലിയ കൊമ്പത്തിലെ ആളല്ലേ? തേ ചിന്നു, എൻ്റെ ഇച്ഛാനെ പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞാൽ നീ എന്തോ ചെയ്യും? പിടിച്ച് മൂക്കി കയറ്റോ? ചിന്നു, നീ എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കും. എൻ്റെ വായിൽ അമ്പഴക്കായിരിക്കുമല്ലോ നീ വല്ലതും പറയുമ്പോൾ മിണ്ടാതിരിക്കാൻ. എന്തുവാ ഇവിടെ? ചിന്നു വാവേ, എന്താ പ്രശ്നം? എൻ്റെ ചിന്നു, നീ ആ കാര്യം വിട്, അത് ഇന്നലെ കഴിഞ്ഞു. എടി എന്നാലും എന്നാലുമില്ല, നീ ഇവിടെ വന്നിരിക്കും. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് മിസ്.
അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ കോളേജ് ന്യൂസ് സാറ് വരുന്നതായിരിക്കും. ചിലപ്പോൾ ഇന്ന് വരും, അല്ലെങ്കിൽ നാളെ വരും. ഇനി ഏത് സാറാണോ എന്തോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്, വരുമ്പോൾ കാണാമല്ലോ. അതെ, സൈലൻസ് ചിലങ്ക. യെസ് മാം. കോളേജിലെ പ്രോഗ്രാമിന് പേര് കൊടുത്തായിരുന്നോ? ആ, ഞാൻ കൊടുത്തായിരുന്നു മിസ്. പ്രിൻസിപ്പാളിൻ്റെ കയ്യിലായിരുന്നു കൊടുത്തത്. ആ ഓക്കെ. ഈ വർഷവും തൻ്റെ പാട്ട് കാണുമല്ലോ അല്ലേ? തീർച്ചയായും എൻ്റെ പാട്ടുണ്ട് മാം. അത് മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്കല്ല മാം പാടാൻ പോകുന്നത്. പിന്നെ രാഹുലുമുണ്ട്. ഞങ്ങൾ പെയറായിട്ടാണ് പാടാൻ പോകുന്നത്. ഓ, ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ കോമ്പിനേഷൻ. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എടാ ചിന്നുസേ, എന്താ? രാഹുൽ നീ തമ്മിൽ എന്താ ബന്ധം? രാഹുലോ? അവൻ്റെ ബോയ് ഫ്രണ്ട്. എന്താ വൈക? എന്താ അവിടെ? ഒന്നുമില്ല മാം. അവിടെ മിണ്ടാതിരുന്നോണം. ഓക്കെ മാം. എടി, നീ സീരിയസ് ആയാണോ പറഞ്ഞേ? അതെ, രാഹുൽ ഇപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ടാണ്. വേറെ ഒന്നും ചോദിക്കരുത്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത ക്ലാസ്സിൽ കാണാം. തനു, വാവേ, നമ്മുടെ ചിന്നു രാഹുൽ തമ്മിൽ സെറ്റായി.